യെസ് ബിന്ദു, സി പി എമ്മിൻ്റെ രാഷ്ട്രീയ കാപട്യം അത് തിരിച്ചറിയാൻ നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ഹൈന്ദവ സംഘടനകൾക്ക് സാധിച്ചില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ സി പി എമ്മിനോടൊപ്പം കൂടെ നിൽക്കേണ്ടി വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. SNDPയും NSSും ഒരു സ്വതന്ത്ര സംഘടനകളാണ്. അപ്പോൾ അവരുടെ നിലപാടുകൾ എല്ലാ സമയത്തും ഒരു ഇരുമ്പുലക്കെ പോലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ കൂടെയോ ഒന്നും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായിട്ട് അവരവരൊരു നിലപാടെടുത്തതിന് സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് സ്വാഭാവികമായിട്ട് ആ നിലപാടിൽ ശബരിമലയുടെ പ്രക്ഷോഭ സമയത്തായിക്കോട്ടെ SNDPയുടെ നിലപാടെന്തായിരുന്നു അറിയാം, NSSൻ്റെ നിലപാടെന്തായിരിക്കാം, ഇപ്പോഴവരുടെ നിലപാടുകൾ സ്വതന്ത്ര സംഘടനകൾ എന്ന രീതിയിൽ അവരെടുത്തതായിരിക്കാം. പക്ഷേ അവരുടെ വോട്ട് കണ്ടോ, വോട്ട് ബാങ്ക് കണ്ടോ ഈ CPMലേക്ക് അവർ ആകമാനം അങ്ങ് പോയി എന്നുള്ളതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. നേരത്തെ ഈ അനിൽ ബോസ് പറഞ്ഞല്ലോ, നേരത്തെ അദ്ദേഹം ഇങ്ങനെ ദുസൂചനയോടുകൂടി പറഞ്ഞു, ഈ രണ്ട് മുന്നണി ഈ CPM ആയിക്കോട്ടെ, സംഘപരിവാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ BJP ആയിക്കോട്ടെ, അവരിങ്ങനെ ഈ ചെന്നായ്ക്കളെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയെന്ന്. അനിൽ ബോസിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കണം, ഈ ശബരിമല പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ശബരിമല സമരത്തെ ഞങ്ങൾ ഏറ്റെടുത്തത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സുവർണാവസരത്തിന് വേണ്ടിയല്ല. വിശ്വാസി സമൂഹം ഞങ്ങളെ ആവശ്യപ്പെടുകയാണ്, വിശ്വാസി സമൂഹമാണ് ആവശ്യപ്പെടുന്നത്. വിശ്വാസി സമൂഹത്തിനെ സ്വാഭാവികമായിട്ട് വിശ്വാസികളുടെ കൂടെ നിൽക്കുന്ന സംഘടന എന്ന രീതിയിലാണ് ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങിയത്. അതിനർത്ഥം RV ബാബു സാർ അടക്കം അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കേസുകളുള്ളതാണ്. ഇപ്പോൾ അനിൽ ബോസിന് കേസുണ്ടോ എന്ന് അറിയില്ല. അനിൽ ബോസിന് ഞാൻ പറയുന്നത് ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കുന്ന ഒരു കുറുനരിയുടെ സ്വഭാവത്തോടു കൂടിയിട്ടാണ് കോൺഗ്രസിനെ ഞാൻ ഈ അവസരത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ അനിൽ ബോസ് നേരത്തെ പറഞ്ഞു ഞങ്ങൾ വിശ്വാസി സമൂഹത്തിൻ്റെ കൂടെയാണ്. എന്താ ആധികാരികതയിലാണ് അദ്ദേഹം പറയുന്നത്? ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ശബരിമല കർമ്മസമിതിയുടെ അനവധി പ്രക്ഷോഭങ്ങൾ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എവിടെയായിരുന്നു? ആരാണ് ജയിലിൽ കിടന്നത്? ആരാണ് സമരത്തിന് നേതൃത്വം കൊടുത്തത്? ഈ ശബരിമല കർമ്മസമിതിയുടെ ധീരോത്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സംഘപരിവാർ തന്നെയാണ്. ഞങ്ങളത് വിശ്വാസി സമൂഹത്തിന് കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനമാണ്. ആയിരക്കണക്കിന് ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഇന്നും കേസുകളുണ്ട്. ആ കേസുകൾ കൊണ്ട് ജീവിതം പൊറുതിമുട്ടിയിട്ടുള്ള പല ആളുകളുമുണ്ട്. എന്നിട്ടും ഞങ്ങൾ ഇവർക്ക് വിശ്വാസി സമൂഹത്തിൻ്റെ കൂടെ നിന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ പോലീസ്. അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അനിൽ ബോസ് പറഞ്ഞു ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള വിശ്വാസി സമൂഹത്തിന് കൂടിയാണെങ്കിൽ ഇവിടെ രാമക്ഷേത്രം ഉണ്ടായല്ലോ, രാമമന്ദിരം ഉണ്ടായല്ലോ, രാമമന്ദിരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന സമയത്ത് എന്തായിരുന്നു ഈ അനിൽ ബോസിൻ്റെ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം അനിൽ ബോസിൻ്റെ പാർട്ടി ആരുടെ കൂടെയാണെന്ന്. കൃത്യമായിട്ട് നേരത്തെ CPMകാരുടെ ഈ ന്യൂനപക്ഷ പ്രീണനത്തിനേക്കാൾ ഒരുപടി ന്യൂനപക്ഷ പ്രീണനമാണ് അനിൽ ബോസിൻ്റെ പാർട്ടി നടത്തുന്നത്. അതുകൊണ്ട് നോക്കൂ, VD സതീശൻ സത്യത്തിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിനെ പോലെയാണ് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ സംസാരം. അങ്ങനെയുള്ള അനിൽ ബോസ് ഹിന്ദു വോട്ടിൻ്റെ പോളറേഷൻ CPM തിരിച്ചു പിടിക്കുമെന്നോ അത് BJP ഗുണമാകുമെന്നോ ദോഷമാകുന്നോ ഒന്നും ഞങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഞങ്ങൾ പറയുന്നത് ഇവിടത്തെ SNDPയുടെ ഈഴവ വോട്ടായിക്കോട്ടെ, നായർ വോട്ടായിക്കോട്ടെ, എല്ലാ വോട്ടിൻ്റെ പിന്നോക്ക വോട്ടായിക്കോട്ടെ, KPMSൻ്റെ വോട്ടായിക്കോട്ടെ, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഷിഫ്റ്റിംഗ് നടക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം BJP ആണ്. ഇപ്പം നോക്കുക, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല പ്രക്ഷോഭമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും 40 ലക്ഷം വോട്ട് BJPക്ക് കിട്ടിയില്ലേ? ഒരു MPയെ ഞങ്ങൾക്ക് കിട്ടിയില്ലേ? 2 ആറ്റിങ്ങലായിക്കോട്ടെ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 2 സ്ഥലങ്ങളിൽ ഞങ്ങൾ 2 സ്ഥാനത്ത് വന്നില്ലേ? ഏകദേശം ഒരു 40ഓളം 33ഓളം നിയോജക മണ്ഡലം BJPക്ക് വലിയ ശക്തിയാകുന്ന രീതിയിലേക്കുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പർ ക്ലാസ് വോട്ടും ലോവർ ക്ലാസ് വോട്ടും ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മുഴുവൻ വോട്ടും BJPയിലേക്കുള്ള ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ അനിൽ ബോസിൻ്റെ പാർട്ടിക്ക് ഇപ്പോഴും അത് ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഒരു കണ്ണിൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇപ്പോൾ ഞാൻ അനിൽ ബോസിനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് മനോഹരമായ ഒരു കുറി ഇട്ടിട്ടാണ് ഞാൻ ചാനൽ ചർച്ചകളൊക്കെ കാണുന്നത്. പണ്ട് ഇതുപോലെ ചാനൽ ചർച്ചകളിൽ കുറിയിട്ട് വന്നിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് MP ആയ സമയത്ത് ആദ്യം ചെയ്തത് അദ്ദേഹത്തിന് കുറി വായിക്കുകയാണ്. അതാണ് ഇവരുടെ ഈ പറയുന്ന സ്നേഹം, ഭക്തസ്നേഹം അങ്ങനെയാണ്, സനാതന ധർമ്മത്തിനുള്ള സ്നേഹം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അനിൽ ബോസ് ഇത്തരത്തിൽ BJPക്കാരെയോ സംഘപരിവാറിനെയോ ഒന്നും ഈ പറയുന്ന ഈ സനാതന ധർമ്മത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ കപട ഭക്തികളുടെ ആളുകളാണെന്നൊന്നും പറഞ്ഞ് അദ്ദേഹത്തിന് പറയാൻ ഒരവകാശവുമില്ല. കാരണം ഹൈന്ദവ സമൂഹത്തെ പിന്നിൽ നിന്ന് ഏറ്റവും കുത്തുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് കോൺഗ്രസ് പാർട്ടിയാണ്. നിങ്ങൾ നോക്കുക, ഈ കേരളത്തിലെ പല വിഷയങ്ങളിലും, പ്രമാദമായ പല വിഷയങ്ങളിലും ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിൽ CPMനാണോ മുൻതൂക്കം, കോൺഗ്രസിനാണോ മുൻതൂക്കം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അവരുടെ നിലപാടുകളായിക്കോട്ടെ, അവരുടെ AICCയുടെ അഖിലേന്ത്യാ നേതൃത്വമായിക്കോട്ടെ, കേരളത്തിൽ KPCC നേതൃത്വമായിക്കോട്ടെ, ഹിന്ദു വിരുദ്ധ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞു ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് അനിൽ ബോസ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം വളരെ പോസിറ്റീവായി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ LDF ഭരിക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചില്ലേ?
എ കെ ആന്റണി ഭരിച്ചില്ലേ? നിങ്ങളുടെ ഭരണങ്ങൾ ഉണ്ടായില്ലേ? അപ്പോഴൊന്നും എന്തേ നിങ്ങൾ ഈ ശബരിമലയെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് വികസന തന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിച്ചില്ല? അപ്പോൾ രണ്ട് മുന്നണികളെയും സത്യത്തിൽ ഹിന്ദു സമൂഹത്തിനെ ഒരു കറവ പശുവോ വോട്ട് ബാങ്കോ ആയിട്ടാണ് എല്ലാ കാലഘട്ടത്തിലും കണ്ടിട്ടുള്ളത്. അത് കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് അത് പിന്നോക്ക വോട്ടിന്റെ ഷിഫ്റ്റിംഗ് മാത്രമല്ല, മുന്നോക്ക വോട്ടിന്റെ പരമ്പരാഗതമായി കോൺഗ്രസിലേക്ക് പോയിരുന്ന നായർ ഉപരിയുള്ള മുന്നോക്ക വോട്ടിന്റെ ഷിഫ്റ്റിങ്ങും വളരെ രീതിയിൽ ഞങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് കൃത്യമാണ്. അത് ഇന്നും ഇങ്ങനെ തുടങ്ങിയതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട 2016 മുതലുണ്ട്. അനിൽ ബോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമല്ല പിന്നോക്ക വോട്ട് BJP-യിലേക്ക് വരുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മുന്നണികളുടെയും നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു സമത്വ മുന്നണി ഉണ്ടാക്കുകയും അന്ന് CK ജാനു മുതൽ അക്കീരമൺ കാളിദാസ ഭട്ടത്തിരിപ്പാട് വരെ BJP-യുടെ NDA-യുടെ ബാനറിൽ നിന്നുകൊണ്ട് കേരളത്തിലെ രണ്ടും ഹിന്ദു വിരുദ്ധ മുന്നണിക്കെതിരെ നടത്തിയിട്ട് വലിയൊരു പ്രക്ഷോഭമുണ്ട്, ജനാധിപത്യ പ്രക്ഷോഭം 2016. അതിനുശേഷമാണ് കേരളത്തിലേക്ക് ഹിന്ദു പിന്നോക്ക വോട്ടിന്റെ ഷിഫ്റ്റിംഗ് BJP-ക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ ശബരിമല പ്രക്ഷോഭത്തിന്റെ കാര്യമല്ല. കാരണം ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുള്ള രണ്ട് മുന്നണികളും ഹൈന്ദവ സമൂഹത്തെ കേവലം വോട്ട് ബാങ്കാക്കി കണ്ടുകൊണ്ട് പച്ചയായ ന്യൂനപക്ഷ പ്രീണനത്തിന് മനം മടുക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. ഈ ശബരിമല കർമ്മസമിതിയിലോ ശബരിമല പ്രക്ഷോഭത്തിൽ വന്ന 70% ആളുകൾ RSSകാരും BJP-കാരുമല്ല, ഇവിടുത്തെ പൊതുസമൂഹമാണ്. എല്ലാ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ കൊടിക്കുഴിയിൽ അവർ അണിനിരുന്നത്. കാരണം അവർക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. അവരാരും കോൺഗ്രസിന്റെ കൊടിക്കീഴിൽ പോയിട്ടില്ലല്ലോ ശബരിമല പ്രക്ഷോഭം നയിച്ചത്. അവരെല്ലാവരും സംഘപരിവാറിന്റെ കൊടിക്കീഴിൽ ശബരിമല കർമ്മസമിതിയുടെ കീഴിൽ നിന്നുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെയും സനാതന ധർമ്മത്തിന്റെയും യഥാർത്ഥ കാവൽക്കാർ ഒരു സംശയം വേണ്ട, അത് ഇവിടുത്തെ സംഘപരിവാറാണ്. അവരെ ഞങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യം തന്നെയാണ് ഇവിടെ നമ്മൾ പന്തളത്തും കണ്ടത്. അല്ലാതെ RSSകാരും BJP-കാരും 20,000 പേരെ കൊണ്ടുവന്ന് നടത്തിയ ഒരു പരിപാടിയല്ല. അതിൽ വന്നതിൽ 50% ആളുകളും ഇവിടുത്തെ ഭക്ത സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. അവിടെയും അതിനെ ഒരു ലാഘവത്തോടു കൂടിയാണ് അനിൽ ബോസ് പറയുന്നത് അവിടെ 20,000 പേരെ കൊണ്ടുവരാൻ സംഘപരിവാറിന് സാധിക്കുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കൂ, കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത് കൂടുതൽ വനിതകളാണ്, അമ്മമാരാണ്. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത അമ്മമാരുടെയും വനിതകളുടെയും ഒക്കെ ഒരു രാഷ്ട്രീയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും BJP-യോ RSSോ സംഘപരിവാറുമല്ല. പിന്നീട് ഒരു പക്ഷേ അവർ BJP-ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാം. അത് പൊളിറ്റിക്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രണ്ട് മുന്നണികളെയും കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അനുരണനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കമുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ അൻബോസിനെ പോലെയുള്ള ആള് ഒരു MLA സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കുമെന്നൊക്കെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ആ കുറി ഉണ്ടാകണമേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന.